ഹായ് ഫ്രണ്ട്സ്, ജോസ് ടീം ടി വിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് മൈക്രോസോഫ്റ്റ് പാക്കേജിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് എന്ന് പറയുന്ന പാക്കേജ് നമ്മളെല്ലാവരും വ്യക്തമായി പഠിച്ചതാണ്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ അടുത്ത ഒരു സോഫ്റ്റ്വെയറായ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. അപ്പോൾ പവർ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതായത് പ്രസൻറ്റേഷനുകൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റേഷനുകൾ തയ്യാറാക്കാനായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് മൈക്രോസോഫ്റ്റിൻ്റെ മാത്രമല്ല ഓപ്പൺ ഓഫീസ് ഇംപ്രസ് എന്ന് പറയുന്ന ഒരു പാക്കേജ്, അതേപോലെ ലിബർ ഓഫീസിൻ്റെ പാക്കേജുകൾ, അപ്പോൾ ഒരുപാട് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ആയതുകൊണ്ടും അതായത് വിൻഡോസിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോസോഫ്റ്റ് ഓഫീസ് പാക്കേജ് ആയതുകൊണ്ടും നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ പോയിൻ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എളുപ്പത്തിൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനുള്ള കുറച്ച് ടിപ്പുകൾ കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക. സ്ക്രീനിലൂടെയുള്ള പഠനം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ടിപ്സ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് വിൻഡോസ് 7 ഡെസ്ക്ടോപ്പാണ്. ഞാൻ ഉപയോഗിക്കുന്ന വിൻഡോസ് 7 ഡെസ്ക്ടോപ്പാണ്. അപ്പോൾ വിൻഡോസ് 7-ൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 എന്ന് പറയുന്ന വെർഷനാണ് എൻ്റെ കമ്പ്യൂട്ടറിലുള്ളത്. എല്ലാ വെർഷനിലും വർക്കിംഗ് എല്ലാം സെയിം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വെർഷൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ മറ്റേ വെർഷനുകൾ ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്ത് എങ്ങനെ നോക്കാം. ആദ്യമായി നമ്മളുടെ ഓൾ പ്രോഗ്രാംസിൻ്റെ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിൽ നിന്ന് ഓൾ പ്രോഗ്രാംസ്, അതിനുശേഷം മൈക്രോസോഫ്റ്റ് ഓഫീസ്, ദെൻ അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പാക്കേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നും മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് 2007. അപ്പോൾ അതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതാണ് നമ്മൾ ആദ്യം കാണുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന സാധനത്തെ നമ്മൾ സ്ലൈഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ സ്ലൈഡുകളിലൂടെയാണ് പ്രസൻറ്റേഷനുകൾ തയ്യാറാക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നമ്മൾ തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന പ്രസൻറ്റേഷനെ നമ്മൾ ഓരോ സ്ലൈഡായിട്ട് വെച്ചിട്ട് ആ സ്ലൈഡ് ഷോകളിലൂടെയാണ് പ്രസൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിലെ എലമെൻസിനെ പരിചയപ്പെടാം. നമ്മൾ പണ്ട് MS വേർഡ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് പഠിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അതേ എലമെൻറ്റ്സ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് വ്യത്യാസങ്ങളുള്ള വെച്ചാൽ കുറച്ച് അഡീഷണൽ എലമെൻറ്റ്സ് ഇവിടെ കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായി ഈ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം നമ്മുടെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൽ നമ്മൾ പഠിച്ചതാണ്. പഠിക്കാത്ത വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. ഇതിനെയാണ് നമ്മൾ ടൈറ്റിൽ ബാർ എന്ന് പറയുന്നത്. ഈ ടോപ്പ് പോർഷനെ നമ്മൾ ടൈറ്റിൽ ബാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ടൈറ്റിൽ ബാറിൻ്റെ സെൻറ്ററിൽ പ്രസൻറ്റേഷൻ 1 മൈക്രോസോഫ്റ്റ് പവർ പോയിൻ്റ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ ഫയൽ സേവ് ചെയ്തിട്ടില്ല, ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സേവ് ചെയ്യുന്നത് ഏത് പേരിലാണോ സേവ് ചെയ്യുന്നത് ആ പേരായിരിക്കും ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പേരൊന്നും കൊടുത്ത് സേവ് ചെയ്യാത്തതുകൊണ്ട് ഈ പവർ പോയിൻ്റ് സോഫ്റ്റ്വെയർ തന്നെ പ്രസൻറ്റേഷൻ 1 എന്ന് പറഞ്ഞൊരു പേര് ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ട് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ബാറാണ് ക്വിക്ക് ആക്സസ് ബാർ. അതായത് നമുക്ക് സേവ് ചെയ്യാൻ, റീഡു ചെയ്യാൻ, അൺഡു ചെയ്യാൻ, അങ്ങനെയുള്ള ചെറിയ എളുപ്പത്തിൽ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന കമാൻഡുകളൊക്കെ ചെറിയ ഷോർട്ട് കട്ടുകളായിട്ട് ഉപയോഗിക്കുന്നൊരു ഭാഗമാണിത്. പിന്നെ റൈറ്റ് മോസ്റ്റ് ബട്ടണിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ മിനിമൈസ് ബട്ടൺ, മാക്സിമൈസ് അല്ലെങ്കിൽ റീസ്റ്റോർ ബട്ടൺ, ക്ലോസ് ബട്ടൺ ഇത്രയാണുള്ളത്. പിന്നെ ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഹോം ബട്ടൺ, ഓഫീസ് ബട്ടൺ എന്ന് പറയും. അപ്പോൾ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ പ്രസൻറ്റേഷൻ തയ്യാറാക്കാനായിട്ടുള്ള ഒരു കമാൻഡാണ് ന്യൂ കമാൻഡ്. അതേപോലെ ഓപ്പൺ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനെ എഡിറ്റ് ചെയ്യാനോ വല്ലോ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓപ്പൺ കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇനി സേവ് ഉണ്ട്, സേവാസ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് സേവാസ് പറയാം. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പ്രസൻറ്റേഷൻ സേവ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമാണ് ചെയ്യേണ്ടത് സേവാസ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പവർ പോയിൻ്റ് ഡിഫോൾട്ടായിട്ടുള്ള പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ, അത് നമ്മുടെ സ്വാഭാവികമായിട്ടും പവർ പോയിൻ്റ് ഇപ്പോൾ നിലവിലുള്ള പവർ പോയിൻ്റ് 2007-ൽ ഓപ്പൺ ആകാൻ പാകത്തിലായിട്ടുള്ള ഒരു ഫോർമാറ്റാണിത്. ഇനി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പവർ പോയിൻ്റ് ഷോ എന്ന് പറഞ്ഞാൽ
നമ്മളിപ്പോൾ ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ തയ്യാറാക്കിയ ഒരു പ്രസൻറ്റേഷനായിട്ട് തന്നെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിൻ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിൽ മാത്രമേ ഈ ഫയൽ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് പവർ പോയിൻറ്റ്സ് ഷോ ആയിട്ട് തന്നെ സേവ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടുകയും അതുപോലെ ഇപ്പം നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് പവർ പോയിൻ്റ് ഇൻസ്റ്റാൾ ചെയ്യാത്തൊരു കമ്പ്യൂട്ടറിൽ പോലും ഇത് നമുക്കൊരു സ്ലൈഡ് ഷോ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കോമ്പാറ്റിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്വേർഡ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 2007 മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007 ചെയ്തൊരു പ്രസൻറ്റേഷൻ അത് അങ്ങനെയാണ് 7 ആയിട്ടാണ് സേവ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അതിൻ്റെ കുറഞ്ഞ വെർഷനുകളായ 2003 97 ഒന്നും അത് ഓപ്പൺ ആവില്ല. അപ്പോൾ അങ്ങനെ ഓപ്പൺ ആക്കാൻ വേണ്ടി നമ്മളതിൻ്റെ കോമ്പാറ്റിബിളായിട്ട് മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റ് 97 2003 പ്രസൻറ്റേഷനായിട്ട് തന്നെ സേവ് ചെയ്യും. ഇതിലുള്ളത് PDF അല്ലെങ്കിൽ XPS, അതായത് നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാനായിട്ടൊക്കെ നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇനി സേവ് ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ നിലവിൽ ഓൾറെഡി സേവ് ചെയ്ത ഒരു ഫയലിനെ രണ്ടാമത് എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ സേവ് ആസ് കൊടുക്കേണ്ട കാര്യമില്ല. അതിന് പകരം സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫയലിലേക്ക് തന്നെ നമ്മൾ വരുത്തിയ ചേഞ്ചസ് അതിലേക്ക് സേവ് ആയിക്കോളും. ദെൻ നെക്സ്റ്റ് ബട്ടൺ പ്രിൻറ്റ്. നമ്മൾ പ്രസൻറ്റേഷൻ സ്ലൈഡുകളെ പേപ്പറിലേക്ക് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ടുള്ള കമാൻഡ്സ്. ഹോം ഓഫീസ് ബട്ടണിലുള്ള ബേസിക് ആയിട്ടുള്ള കമാൻഡ്സാണ്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. അടുത്ത പോർഷൻ നമ്മൾ കാണുന്നത് ഈ പോർഷനെ നമ്മൾ റിബൺ എന്നാണ് പറഞ്ഞത്. നമ്മൾ MS വേർഡ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഇത്രയും പോർഷനെ നമ്മൾ വിളിക്കുന്ന പറ്റി റിബൺ എന്നാണ്. ഈ റിബൺ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ടാബുകളാണ്. ഇവിടുത്തെ കമാൻഡുകൾ നമ്മൾ ടാബുകൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, ഡിസൈൻ ടാബ്, ആനിമേഷൻ ടാബ്, സ്ലൈഡ് ഷോ ടാബ്, റിവ്യൂ ടാബ്, വ്യൂ ടാബ്. അപ്പോൾ ഇത്രയും 7 ടാബുകളാണ് ഇവിടെ ഉള്ളത്. ഇനി ഓരോ ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടാബിലും ഓരോ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഹോം ടാബിലുള്ള ഒരു ഗ്രൂപ്പാണ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ആ ക്ലിപ്പ് ബോർഡിലുള്ള ഗ്രൂപ്പിലുള്ള കമാൻഡുകൾ പേസ്റ്റ് കമാൻഡ്, കട്ട്, കോപ്പി, ഫോർമാറ്റ് പെയിൻറ്, ഇത്രയും കമാൻഡുകൾ കൂടി ചേർന്നൊരു ഗ്രൂപ്പ് ക്ലിപ്പ് ബോർഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഹോം ടാബിലുണ്ട്. അതേപോലെ തന്നെ സ്ലൈഡ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പ് ഹോം ടാബിലുണ്ട്. ഇപ്പോൾ പുതിയ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ലേഔട്ട് റീസെറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന കമാൻഡ്സാണ്. അത് സ്ലൈഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലുണ്ട്. അതേപോലെ അടുത്ത ഗ്രൂപ്പാണ് ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പ്. നമ്മുടെ ലെറ്ററുകളുടെ സ്റ്റൈലും സൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഉപയോഗിക്കുന്ന കമാൻഡുകൾ ഫോണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് പാരഗ്രാഫ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങളുടെ അലൈൻമെൻറ്റ്, പാരഗ്രാഫുകളുടെ അലൈൻമെൻറ്റ്, ടെക്സ്റ്റിൻ്റെ ഡയറക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് പാരഗ്രാഫ് ഗ്രൂപ്പ്. ദെൻ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അവിടെ നമുക്ക് ഷേപ്പുകളൊക്കെ ആഡ് ചെയ്യാൻ, അത്തരത്തിലുള്ള ഷേപ്പ് ഫില്ല് ചെയ്യാനും ഷേപ്പ് വരയ്ക്കാനും ഒക്കെയുള്ള സഹായിക്കുന്ന കമാൻഡുകളാണ് ഡ്രോയിങ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ദെൻ ലാസ്റ്റ് എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലെറ്ററുകൾ അല്ലെങ്കിൽ വേർഡ്സ് ഫൈൻഡ് ചെയ്യാനും ഏതെങ്കിലും ലെറ്ററുകൾ മാറ്റി റീപ്ലേസ് ചെയ്യാനും അതെല്ലാം സെലക്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ ക്ലിപ്പ് ബോർഡ്, സ്ലൈഡ്സ്, ഫോണ്ട്, പാരഗ്രാഫ്, ഡ്രോയിങ്, എഡിറ്റിംഗ്, ഇത്രയും ഗ്രൂപ്പുകൾ ഹോം എന്ന് പറയുന്ന ടാബിലാണ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻസേർട്ട് ടാബ്. ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് ടാബിലും ഇതേപോലെ നമ്മൾ പറഞ്ഞ കുറച്ച് ഗ്രൂപ്പുകളാണുള്ളത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഗ്രൂപ്പ് ടേബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. നമ്മളുടെ പ്രസൻറ്റേഷനിൽ ഒരു ടേബിൾ തയ്യാറാക്കണമെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ടേബിൾസ് ഗ്രൂപ്പ്. അതിൽ ടേബിൾ എന്ന് പറയുന്ന കമാൻഡ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പാണ്. ഇല്ലസ്ട്രേഷൻ ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഉള്ളത് പിക്ചർ, ക്ലിപ്പ് കാർഡ്, ക്ലിപ്പ് ആർട്ട്, ഫോട്ടോ ആൽബം, ഷേപ്സ്, സ്മാർട്ട് ആർട്ട്, ചാർട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ദെൻ നെക്സ്റ്റ് ഗ്രൂപ്പ് ഈസ് ലിങ്ക്, അതായത് ഹൈപ്പർ ലിങ്ക്. നമ്മുടെ പ്രസൻറ്റേഷനിൽ എന്തെങ്കിലും വെബ് പേജുകളുടെ ലിങ്കുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, മറ്റേതെങ്കിലും സൈറ്റുകളുടെ ലിങ്ക് ആഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ദെൻ നെക്സ്റ്റ് ഈസ് ടെക്സ്റ്റ് ഗ്രൂപ്പ്. അത് നമ്മുടെ പ്രസൻറ്റേഷനിൽ ടെക്സ്റ്റ് ബോക്സോ വേർഡ് ആർട്ടോ ഹെഡറോ ഫൂട്ടർ ഡേറ്റ് ആൻഡ് ടൈം അങ്ങനത്തെ എക്സ്ട്രാ കുറേ എലമെൻറ്റ്സുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡുകളാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ദെൻ നെക്സ്റ്റ് ഇസ് മീഡിയ ക്ലിപ്സ്. അടുത്ത ഗ്രൂപ്പാണ് മീഡിയ ക്ലിപ്സ്. അപ്പോൾ നമ്മളുടെ പ്രസൻറ്റേഷനിൽ വീഡിയോയോ അല്ലെങ്കിൽ ഓഡിയോ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ മീഡിയ ക്ലിപ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അതിന് വേണ്ട കമാൻഡുകൾ ഇരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടാബ് ഈസ് ഡിസൈൻ ടാബ്. ഡിസൈൻ ടാബ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദ്യത്തെ ഗ്രൂപ്പ് പേജ് സെറ്റപ്പാണ്. അപ്പോൾ പേജ് സെറ്റപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡിൻ്റെ സെറ്റപ്പാണ്. സ്ലൈഡിൻ്റെ സൈസ്, അതിൻ്റെ ഓറിയൻറ്റേഷൻ, അതായത് പോർട്രേറ്റ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ്. പേജ് സെറ്റപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ മാർജിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പേജ് സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പേജ് സെറ്റപ്പ് ഗ്രൂപ്പിലുള്ളത്. ഇതിനടുത്ത് തീം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. തീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോണിലൊക്കെ തീമുകൾ മാറ്റാറുണ്ട്, വാൾപേപ്പറൊക്കെ മാറ്റാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളുടെ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ പ്രസൻറ്റേഷനിലെ തീമുകൾ നമുക്ക് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ തീമുകൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീമുകൾ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല ഡിസൈനർ തീമുകൾ നമുക്ക് കിട്ടും. നമുക്ക് പ്രസൻറ്റേഷൻ നമുക്ക് ആവശ്യമുള്ള എന്ത് തീമാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ഇനി അത് കളർ നമുക്ക് പല കളറ് സെലക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫോണ്ട് സെലക്ട് ചെയ്യാം, എഫക്റ്റുകൾ, അതിൻ്റെ ഷാഡോ എഫക്റ്റ് അങ്ങനെ എന്തൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇത്രയുമാണ് തീംസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. ബാക്ക്ഗ്രൗണ്ട് സ്റ്റൈൽ നമ്മൾ തീം ഉപയോഗിക്കാതെ ബാക്ക്ഗ്രൗണ്ട് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും സ്റ്റൈലുകൾ കൊടുക്കണമെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ട് ഗ്രൂപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഡിസൈൻ ടാബിൽ വരുന്ന ഗ്രൂപ്പുകൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആനിമേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ആനിമേഷൻസ് എന്ന് പറയുന്ന ആനിമേഷൻസ് ടാബാണ്. ആനിമേഷൻസ് എന്ന ടാബിൽ ആദ്യമായിട്ട് വരുന്നത് പ്രിവ്യൂ എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അതിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അതായത് നമ്മളെന്തെങ്കിലും ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ്റെ ഒരു പ്രത്യേകത നമുക്കിതിലേക്ക് ആനിമേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെക്സ്റ്റിനെ ഇമേജിനെയൊക്കെ നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ രൂപത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പ്രസൻറ്റേഷൻ ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആനിമേഷൻ കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് നമുക്കൊന്ന് പ്ലേ ബാക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പ്രിവ്യൂ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ടാബ് ഈസ് ആനിമേഷൻ ടാബ്. ഇപ്പോൾ ആനിമേഷൻ ടാബിൽ നമുക്ക് കസ്റ്റം ആനിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് എഫക്റ്റ് പറ്റും. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ജസ്റ്റ് അത് പരിചയപ്പെട്ടാൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ആനിമേഷൻ ഗ്രൂപ്പിലുള്ളത് ഇത്രയുമാണ്. ഇപ്പോൾ ഇങ്ങനെ സ്ലൈഡിൻ്റെ ട്രാൻസിഷനൊക്കെ ഇങ്ങനെ നമുക്ക് സ്ലൈഡ് മാറുന്നതൊക്കെ നമ്മൾ പ്രിവ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇതൊക്കെ സ്ലൈഡ് ട്രാൻസിഷനാണ്. ട്രാൻസിഷൻ ടു ദിസ് സ്ലൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ ഇത്രയും ഉള്ളത് ട്രാൻസിഷൻ്റെ സൗണ്ട്. ഇപ്പോൾ ട്രാൻസിഷൻ എന്തെങ്കിലും സൗണ്ട് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ അതല്ല എന്തെങ്കിലും ട്രാൻസിഷൻ സ്പീഡ് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഫാസ്റ്റ്, സ്ലോ, മീഡിയം അതൊക്കെ സെറ്റ് ചെയ്യാം. ഇനി എല്ലാ സ്ലൈഡിലും കൊടുക്കണമെങ്കിൽ അത് അപ്ലൈ ടു ഓൾ കൊടുക്കാം. ഇനി അഡ്വാൻസ് സ്ലൈഡിൽ ഓൺ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ആനിമേഷൻസ് എന്ന ഗ്രൂപ്പ് ടാബിലുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ് ഷോ. നമ്മൾ തയ്യാറാക്കിയ പ്രസൻറ്റേഷനെ ഒരു സ്ലൈഡ് ഷോ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ടാബ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഫ്രം ബിഗിനിങ്, ഫ്രം കറണ്ട് സ്ലൈഡ്, ഫ്രം കസ്റ്റം സ്ലൈഡ് ഷോ, ഇത്രയുമാണ് ഈ സ്റ്റാർട്ട് സ്ലൈഡ് ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ ഫ്രം ബിഗിനിങ് കൊടുക്കഴിഞ്ഞ് നമ്മൾ സ്ലൈഡ് ഷോ കാണുന്നത് ആദ്യത്തെ സ്ലൈഡ് തൊട്ടായിരിക്കും കാണുന്നത്. ഫ്രം കറണ്ട് സ്ലൈഡ് ആണെങ്കിൽ നമ്മൾ ഏത് സ്ലൈഡിലാണോ ഇപ്പോൾ നിൽക്കുന്നത് അവിടെ തൊട്ടായിരിക്കും കാണുന്നത്. പിന്നെ കസ്റ്റം സ്ലൈഡ് ഷോ എന്ന് വെച്ചാൽ നമുക്ക് കസ്റ്റമായിട്ട് സെറ്റിങ്സ് ഒക്കെ നമുക്ക് കസ്റ്റം ചെയ്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഇനി അടുത്തത് സെറ്റപ്പാണ്. അത് സെറ്റപ്പ് സ്ലൈഡ് ഷോ എന്ന് വെച്ചാൽ സ്ലൈഡ് ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ റെക്കോർഡ് നറേഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഒരു സ്ലൈഡ് കാണിച്ചിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും നറേഷൻ റെക്കോർഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്ന സെറ്റപ്പിലാണ്. നെക്സ്റ്റ് ആണ് മോണിറ്റർ. മോണിറ്റർ വെച്ചാൽ നമ്മുടെ റെസൊല്യൂഷൻ ആണ്. നമ്മുടെ ഇപ്പോൾ പല റെസൊല്യൂഷനുണ്ട്. നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോണിറ്റർ അതിനനുസരിച്ചാണ് നമ്മൾ റെസൊല്യൂഷൻ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കറക്റ്റ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ സൈഡ് ചെറുതായി മോണിറ്ററിൽ സ്പേസ് ഒത്തിരി വെറുതെ കിടക്കുന്നത് കാണാൻ സാധിക്കും. റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്പെല്ലിങ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വേർഡിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിവ്യൂവിലുള്ളത്. വ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ സ്ലൈഡിൻ്റെ പ്രസൻറ്റേഷൻ വ്യൂ. ഇപ്പം നോർമൽ വ്യൂ, ഇതാണ് നോർമൽ വ്യൂ. ഇവിടെ സ്ലൈഡ് ഷോട്ടർ എന്ന് വെച്ചാൽ സ്ലൈഡുകൾ ഷോർട്ട് ചെയ്തായിരിക്കും കാണിക്കുന്നത്. നോട്ട് സ്പേസ് എന്ന് വെച്ചാൽ ഇവിടെ സ്ലൈഡും നോട്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. പിന്നെ സ്ലൈഡ് ഷോ ആയിട്ടാണെങ്കിൽ സ്ലൈഡ് ഷോ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വ്യൂ എന്ന് പറയുന്ന അതിലുള്ളത്. ദെൻ ഫോർമാറ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ അങ്ങനെയുള്ള അത് വ്യൂവിൽ നമ്മൾ നോട്ട്സ് കൊടുത്ത് സ്ലൈഡ് ഷോ കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ബോക്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർമാറ്റ് എന്ന് പറയുന്നൊരു ടാബ് കിട്ടും. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോർമാറ്റ് എന്നൊരു ടാബ് കിട്ടും. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റ് ബോക്സ് ഇപ്പോൾ ഫില്ല് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പല ഇതായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ബോർഡർ അങ്ങനെയൊക്കെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പവർ പോയിൻ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പരിചയപ്പെടാനായിട്ട് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ സ്ലൈഡിലുള്ള നമുക്കിപ്പോൾ പറഞ്ഞ് നമ്മുടെ റിബൺ പഠിച്ചു. നമുക്ക് സ്ലൈഡിലേക്ക് വരാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്ലൈഡിൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാം. അപ്പം
നമ്മൾ തയ്യാറാക്കുന്ന സ്ലൈഡ് ഇപ്പോൾ എത്ര സ്ലൈഡുകളുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സ്ലൈഡ്, പുതിയ സ്ലൈഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു സ്ലൈഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇതിൻ്റെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അതിനാണ് സ്ലൈഡ് പെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്ലൈഡ് കാണാൻ സാധിക്കും. നമ്മൾ സ്ലൈഡിൻ്റെ എല്ലാ സ്ലൈഡുകളെയും ഒരു ഓവർവ്യൂ അബ്സ്ട്രാക്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ സ്ലൈഡിൽ നമ്മൾ എഡിറ്റിംഗ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ, അപ്പോൾ നമുക്കതൊരു പ്രസൻറ്റേഷനായിട്ട് നല്ലൊരു പ്രസൻറ്റേഷൻ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പവർ പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു ടൂള് മാത്രമാണ്. പ്രസൻറ്റേഷൻ നമ്മൾ തയ്യാറാക്കാൻ ഡിജിറ്റൽ പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്ന ഒരു ടൂള് മാത്രമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ നമ്മൾ എന്താണോ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമ്മൾ തയ്യാറാക്കണം. പ്രസൻറ്റേഷന് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ, ആ പോയിന്റുകൾ എഴുതി വെച്ചിട്ട് ഒരു പേപ്പറിലോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളൊരു ചെറിയ സ്ലൈഡുകളായിട്ട് ഒരു പേപ്പറിൽ നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ട് വേണം അത് ഡിജിറ്റലായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ആനിമേഷനൊക്കെ ഒത്തിരി കാണിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് പ്രസൻറ്റേഷനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ടോപ്പിക്കിനെ പറ്റി നല്ല നോളജ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം. അതിലെന്തൊക്കെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയെടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് പ്രസൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യം നമ്മൾ റഫായിട്ട് ഒരു പേപ്പറിലൊക്കെ വരച്ച് നമുക്ക് തയ്യാറാക്കാൻ എന്തൊക്കെ കണ്ടൻറ്റുകൾ ആഡ് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ഈ പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അത് പ്രസൻറ്റേഷൻ മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു പ്രസൻറ്റേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. വീഡിയോ എല്ലാവർക്കും കണ്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.